അടുത്ത ക്വസ്റ്റ്യനാണ് ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ഹൂ സൈൻ ദ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 ഓൺ 9th June 2000. അപ്പോൾ 2000 ജൂൺ 9-നാണ് നമ്മുടെ IT ആക്ട് 2000 പ്രസിഡൻറ്റ് ഒപ്പുവയ്ക്കുന്നത്. ഏത് പ്രസിഡൻ്റായിരുന്നു? KR നാരായണനായിരുന്നേ. അപ്പോൾ 2000 ജൂൺ 9-ന് IT ആക്ട് 2000 ഒപ്പുവയ്ക്കുന്ന ആരാണ്? KR നാരായണനാണ്. എന്നാൽ ഇതിൻ്റെ 2008 അമെൻമെൻറ്റ് ആക്ട് ഒപ്പുവയ്ക്കുന്നത് പ്രതിഭ പാട്ടീലാണ്. അതുകൊണ്ടാണ് അങ്ങനെ ക്വസ്റ്റ്യൻ വന്നത്. പ്രതിഭ പാട്ടീലാണ് നമ്മുടെ അമെൻമെൻറ്റ് ആക്ട് ഒപ്പുവയ്ക്കുന്നത്. പ്രതിഭ പാട്ടീലാണ് 2008. ഓക്കെ, അപ്പം IT ആക്ട് ഭേദഗതി ചെയ്ത് 2008-ലാണ്. അത് ഒപ്പുവയ്ക്കുന്നത് പ്രതിഭ പാട്ടീലാണ്. 2000 ജൂൺ 9-ന് KR നാരായണൻ ഒപ്പുവയ്ക്കുന്ന നിയമം നിലവിൽ വരുന്നത് 2000 ഒക്ടോബർ 17-ആണ്. ഇപ്പം പാസ്സാക്കുന്നത് 2000 ജൂൺ 9, നിലവിൽ വരുന്നത് 2000 ഒക്ടോബർ 17. അതുപോലെ തന്നെ അമെൻമെൻറ്റ് ആക്ട് ആണെങ്കിലോ, അമെൻമെൻറ്റ് ആക്ട് 2008 ഡിസംബർ 23-നാണ് ഒപ്പുവയ്ക്കുന്നത്. 2008 ഡിസംബർ 23-ന് ഒപ്പുവയ്ക്കും. നിലവിൽ വരുന്നത് 2009 ഒക്ടോബർ 27-നാണ്. 2009 ഒക്ടോബർ 27 ഒപ്പുവയ്ക്കുന്നത് 2008 ഡിസംബർ 23-നും നിലവിൽ വരുന്നത് 2009 ഒക്ടോബർ 27-ന് പ്രതിഭ പാട്ടീലാണ്. ഓക്കെ, അപ്പം ഈ അമെൻഡ് ചെയ്യുന്നതിന് മുന്നേ 13 അധ്യായങ്ങളും 94 സെക്ഷനും 4 ഷെഡ്യൂളാണ് ഉണ്ടായിരുന്നത്. IT ആക്ട് 2000-ൽ 13 ചാപ്റ്റേഴ്സ്, 94 സെക്ഷൻ, 4 ഷെഡ്യൂള്. 13 ചാപ്റ്റേഴ്സ്, 94 സെക്ഷൻ, 4 ഷെഡ്യൂള്. എന്നാൽ 2008 അമെൻമെൻറ്റ് ആക്ട് പ്രകാരം 14 ചാപ്റ്റേഴ്സ് ആയിട്ടുണ്ട്. 13 ചാപ്റ്റേഴ്സ് എന്തായി? 14 ചാപ്റ്റേഴ്സ്, 124 സെക്ഷൻ, അതുപോലെ 2 ഷെഡ്യൂളായി. 14, 124, 2. 13, 94, 4 എന്തായി? 14, 124, 2 ആയി. ഇപ്പോൾ നിലവിൽ 14 ചാപ്റ്റേഴ്സും 124 സെക്ഷനും 2 ഷെഡ്യൂളുമാണ്. ടോട്ടൽ ചാപ്റ്റേഴ്സ് 14ആണ്, ടോട്ടൽ സെക്ഷൻ 124ആണ്, ടോട്ടൽ ഷെഡ്യൂൾ 2ആണ്. ഓക്കെ.